ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അങ്ങനെ ഇപ്പോൾ നമ്മൾ അവസാനം ABUD സാർ കണ്ടിട്ട് അതിൻ്റെ ഫൈനൽ എപ്പിസോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ആദ്യമൊന്നും കഥയൊന്നും മനസ്സിലായില്ലെങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നിട്ട് ഞാനും ഭയങ്കരമായിട്ട് കാത്തിരുന്നൊരു സീരീസ് ആയിരുന്നു. പ്രത്യേകിച്ച് സെക്കൻഡ് കപ്പിൾ അവരുടെ സ്റ്റോറി കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ 24/7 നോക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സീരീസ് എൻഡ് ആവുന്നതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട്. സാധാരണ ഞാനിങ്ങനെ ഫൈനൽ എപ്പിസോഡൊക്കെ വരുമ്പോൾ ഇത്രയൊന്നും സംസാരിക്കാറില്ലെന്നാണ് എൻ്റെ ഒരു ഇത്. ഇപ്പോൾ എനിക്കെന്തോ ഇങ്ങനെയൊക്കെ പറയണമെന്നുണ്ട്. കാരണം ഐ തിങ്ക് നമ്മളെല്ലാവരും ഒരേ സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഏതായാലും എപ്പോഴായാലും എൻഡ് ആവേണ്ടതാണ്. അപ്പോൾ പിന്നെ നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് കടക്കാം. എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് യുവായിൻ്റെ അച്ഛൻ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് അവനെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ അവനും അവൻ്റെ അസിസ്റ്റൻറ്റും കൂടെ ആയിട്ട് നേരെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അച്ഛനാണെങ്കിൽ അസിസ്റ്റൻറ്റ് പയ്യനോട് എനിക്ക് ഇവനോടൊന്ന് സംസാരിക്കാനുണ്ട്, നീ ഒന്ന് പുറത്തേക്ക് നിൽക്കാനായി പറയുന്നുണ്ട്. അങ്ങനെ അസിസ്റ്റൻറ്റ് പയ്യൻ പുറത്തേക്ക് നിൽക്കുമ്പോൾ യുവായിൻ്റെ അച്ഛൻ അവനോട് സംസാരിക്കാനായി തുടങ്ങുന്നുണ്ട്. അവൻ്റെ അടുത്ത് ഇതുപോലെ നിന്നെ എക്സ് ഹോൾഡിങ്സിൻ്റെ CEO ആയിട്ടുള്ള പയ്യൻ പ്രപ്പോസ് ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ് ഭയങ്കരമായിട്ട് തന്നെ പബ്ലിക്കലി എല്ലാവരും അറിയിച്ചുകൊണ്ട് ഹുവായോങ് ഷുവായിനെ പ്രപ്പോസ് ചെയ്യുന്നത്. എന്നാൽ ആർക്കും തന്നെ ഹുവായോങ് ആണ് ഷുവായിനെ പ്രപ്പോസ് ചെയ്തതെന്ന് അറിയത്തില്ല. എല്ലാ ആൾക്കാർക്കും അറിയാമെന്നുള്ളത് എക്സ് ഹോൾഡിങ്സ് എന്ന് പറഞ്ഞ ഒരു വലിയ കമ്പനിയുടെ CEO ആയിട്ടുള്ള പയ്യൻ പ്രപ്പോസ് ചെയ്തു എന്നാണ്. CEO എന്ന് പറയുന്ന പയ്യൻ ഹുവായോങ് ആണെന്ന് ഷുവായുവിനറിയാം, എന്നാൽ മറ്റാർക്കും അറിയത്തില്ല. അതിപ്പോൾ ഷുവായിൻ്റെ അച്ഛന് പോലും അറിയത്തില്ല ഹുവായോങ് തന്നെയാണ് ആ ഒരു പയ്യനെന്ന്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അച്ഛൻ അതിനെക്കുറിച്ച് സംസാരിക്കാനായി വരുന്ന സമയത്ത് ഹുവായുവിൻ്റെ അച്ഛൻ അവൻ്റെ അമ്മേനെ ചീറ്റ് ചെയ്തിട്ട് മറ്റൊരു ലേഡിയുമായിട്ട് ഇഷ്ടത്തിലാവുകയും അവരിലുണ്ടായ ഒരു കുഞ്ഞുമൊക്കെയാണ് നമ്മുടെ ശിവാൻ്റെ ബ്രദറായിട്ടുണ്ടായിരുന്ന ആ ഒരു പയ്യൻ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ തർക്കമാകുന്നുണ്ട്, നിങ്ങൾ എൻ്റെ അമ്മേനെ നേരെ സ്നേഹിച്ചിട്ടില്ല എന്നൊക്കെ. അപ്പോൾ അച്ഛന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നേരെ പറയാൻ പറ്റുന്നില്ല. കാരണം ശിവായു തൻ്റെ അമ്മേനെക്കുറിച്ച് എനിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അച്ഛൻ ആ സമയം ഞാനിപ്പോൾ അത് സംസാരിക്കാനായിട്ടല്ല നിന്നെ വിളിച്ചത്, നിന്നെയാണെങ്കിൽ എക്സ് ഹോൾഡിങ്സിൻ്റെ CEO ആയിട്ടുള്ള ആൾ പ്രപ്പോസ് ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. നീ അത് അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ടോ? പക്ഷേ നീയും ഹുവായോങ്ങും ഒരു റിലേഷൻഷിപ്പിലല്ലേ, അതുകൊണ്ട് തന്നെ നീയാണെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് നിർത്താനായിട്ട് പോവുകയാണോ? നീ ആരെ അക്സെപ്റ്റ് ചെയ്യും എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനാണെങ്കിൽ എക്സ് ഹോൾഡിങ്സിലുള്ള പയ്യൻ്റെ അടുത്ത് എസ് പറഞ്ഞിട്ടില്ല എന്ന് ഇവൻ പറയുന്നുണ്ട്. ഇവനാണെങ്കിൽ അത് ഹുവായോങ് തന്നെയാണെന്നുള്ള കാര്യം അച്ഛന് പറഞ്ഞു കൊടുക്കുന്നില്ല. അച്ഛനാണെങ്കിൽ അത് കേട്ടിട്ട് നീ എന്തായി ചെയ്യുന്നത്? എക്സ് ഹോൾഡിങ്സിലെ പയ്യനാണെങ്കിൽ നിന്നെ പ്രപ്പോസ് ചെയ്യാൻ വന്നേക്കാം, നമുക്ക് ഒരു ഉയർന്ന നേട്ടം കിട്ടാനുള്ളൊരു അവസരമാണ്. നീ പോയി ആ പയ്യനോട് എസ് പറഞ്ഞിട്ട് ഹുവായോങ്ങിനെ അങ്ങ് വിട്ട് കളഞ്ഞേക്ക്, ഹുവായോങ്ങിനെക്കാളും എത്രയോ നല്ലതാണ് ആ പയ്യൻ എന്നൊക്കെ പറയുന്നുണ്ട്. ആ ടൈമിന് ഷുവായി ആണെങ്കിൽ അച്ഛനെന്താ ഇങ്ങനെയായി പോയി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അച്ഛൻ ആ ടൈമിൽ ഹുവായോങ് തന്നെയാണ് ആ പയ്യനെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ട് തന്നെ നീ അവനങ്ങ് വിട്ടേക്കെന്ന് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. എന്നാൽ ഷുവായു ഞങ്ങളുടെ ലൈഫ് എന്ത് വേണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഷെന്നിനെയാണ്. ഷെന്നിപ്പോൾ എത്രമാത്രം ഗാവോനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടും അവന് തീരെ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഷെന്ന് നേരെ ഗാവോൻ്റെ അച്ഛനെ കോൾ ചെയ്യുകയാണ്. അച്ഛനെ വിളിച്ചിട്ട് താൻ ഷെന്നാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഗാവോ ഇതിനു മുന്നേ ഷെന്ന് തൻ്റെ ബോസാണെന്നുള്ള കാര്യം അച്ഛന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷെന്ന് ആരാണെന്ന് പറയുമ്പോഴത്തേക്കും ഇയാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ സംസാരിക്കുമ്പോൾ ഷെന്ന് പറയുന്നുണ്ട് ഇതേപോലെ ഗാവോ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തു, അവൻ്റെ നമ്പർ ഇപ്പോൾ വിളിച്ച് നോക്കുമ്പോഴത്തേക്കും അവൻ്റെ ഒരു നമ്പർ നിലവിലില്ല എന്നാണ് പറയുന്നത്. ഞാനും അവൻ്റെ തമ്മിൽ ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റ് ആയിട്ടുണ്ട്, അതൊന്ന് വിളിച്ച് എനിക്ക് സംസാരിക്കണമെന്നുണ്ടായിരുന്നു, എന്നാൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് കോൺടാക്ട് ചെയ്ത് തരാമോ? നിങ്ങൾ ഗാവോനെ വിളിച്ചിട്ട് എവിടെയെങ്കിലും വെച്ച് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അറേഞ്ച് ചെയ്താൽ മതി. ഞാനാണ് വിളിക്കുന്നതെന്ന് പറയണ്ട, അവനപ്പോൾ ചിലപ്പോൾ വരാൻ ചാൻസ് ഇല്ല. പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യാനായി പറയുന്നുണ്ട്. ഗാവോൻ്റെ അച്ഛൻ അതിനെന്താ എല്ലാം ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് കോൾ കിട്ടിയുന്നുണ്ട്. ഇയാൾക്ക് കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കോൾ വന്ന കാര്യം നമ്മളെല്ലാവരും കണ്ടതാണ്. അതിൽ നിന്നിപ്പോൾ ഇവൻ്റെ അച്ഛൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഗാവോ ആണെങ്കിൽ ഒരു ബീറ്റ അല്ല ഒരു ഒമേഗയാണെന്ന്. അങ്ങനെ ഇപ്പോൾ അച്ഛനാണെങ്കിൽ ഷെന്ന് പറഞ്ഞ കാര്യങ്ങളും എല്ലാം കൂടെ കൂട്ടി വായിച്ചിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഗാവോ ഒരു ഒമേഗയാണ്, അവൻ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം നമ്മൾ ആ കോളിൽ കൂടെ മനസ്സിലാക്കി. ഷെന്നിപ്പോൾ അവനെ വിളിക്കുകയും ചെയ്യുന്നു. ഷെന്നൊരു ആൽഫയല്ലേ, എനിക്ക് ഉറപ്പാണ് മിക്കവാറും ഗാവോയുടെ വയറ്റിലുള്ളത് ഷെൻ്റെ കുഞ്ഞ് തന്നെ ആയിരിക്കും. ഇങ്ങനെയൊക്കെ ഓരോന്ന് ആലോചിച്ചിട്ട് അയാൾ കാര്യങ്ങൾ മൊത്തം അങ്ങ് മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. ഇയാളാണെങ്കിൽ ഈ ഒരു അവസരം മുതലാക്കാൻ തന്നെ ഇരിക്കുകയും ചെയ്യുകയാണ്. അതേസമയം തന്നെയാണ് ഗാവോനെയും അവൻ്റെ ചേച്ചീനെയും കാണിക്കുന്നത്. ഇപ്പോൾ ചേച്ചിക്ക് ഹോസ്പിറ്റലിൽ ഒരു ചെക്കപ്പ് ഉണ്ട്. അങ്ങനെ ചേച്ചീനെയും കൊണ്ട് അവൻ ഹോസ്പിറ്റലിലേക്ക് ചെല്ലാണ്. അവൻ്റെ ചേച്ചി അവളുടെ ജാക്കറ്റും ഫോണും എല്ലാം തന്നെ അവൻ്റെ കൈ കൊടുത്തിട്ട് നേരെ ചെക്കപ്പിന് വേണ്ടി പോകുന്നുണ്ട്. അവനങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ടൈമിന് അച്ഛൻ ചേച്ചിയുടെ ഫോണിലേക്ക് കോൾ ചെയ്യുകയാണ്. എന്നാൽ അവൻ ആ കോൾ കട്ട് ചെയ്യുന്നുണ്ട്. ആ സമയം അച്ഛൻ ചേച്ചിയുടെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചിട്ട് നീയാണെങ്കിൽ എങ്ങനെയെങ്കിലും കോൾ കാണുമ്പോൾ ഞാൻ തിരിച്ച് കോൾ ചെയ്യ്, ഞാൻ ഗാവോനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, സത്യമായിട്ടും പൈസ ചോദിക്കാൻ വേണ്ടിയിട്ടല്ല മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ആ ഒരു മെസ്സേജ് ഇപ്പോൾ ഗാവോ കാണുന്നതുകൊണ്ട് തന്നെ ചേച്ചിയുടെ ഫോണിൽ നിന്ന് അച്ഛനെ കോൾ ചെയ്ത് അവനങ്ങ് സംസാരിക്കുന്നുണ്ട്. ആ സമയം അച്ഛൻ ഇതുപോലെ പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ ഇപ്പോൾ പൈസ ചോദിച്ച് വിളിച്ചതെന്നല്ല, എനിക്കിപ്പോൾ ഒരു ജോലി കിട്ടിയിട്ടുണ്ട്, അപ്പോൾ നീ എനിക്ക് മുമ്പ് തന്ന പൈസ എല്ലാം തിരിച്ചു തരാൻ വേണ്ടിയിട്ടാണ്, അപ്പോൾ നമുക്കൊന്ന് മീറ്റ് ചെയ്താലോ, മുമ്പ് നമ്മൾ കാണുന്ന ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് മതി എന്നൊക്കെ പറയുന്നുണ്ട്. ഗാവോ ഇപ്പോൾ പൈസ ഉണ്ടെങ്കിൽ അത് അച്ഛൻ തന്നെ കൈ വെച്ചിരുന്നു, അത് ജസ്റ്റ് ഇങ്ങനെ കളിച്ച് കളയാതിരുന്നാൽ മാത്രം മതി, അച്ഛൻ നന്നായിട്ട് പൈസയൊക്കെ ചിലവാക്കി ജീവിക്കാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ അച്ഛനാണെങ്കിൽ ഇല്ല, എൻ്റെ കയ്യിൽ
ആവശ്യത്തിന് പൈസയുണ്ട്, അതുകൊണ്ട് ഞാൻ നിനക്ക് തരാനുള്ള പൈസ തിരിച്ചു തരാം, നമുക്ക് നാളെ ഒരുമിച്ച് ലഞ്ച് കഴിക്കാൻ പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ഗാവയ്ക്ക് അപ്പോഴും ഓക്കെ അല്ല. അച്ഛനപ്പോൾ നമ്മളൊരു ഫാമിലി ആയിട്ടിരുന്നിട്ട് എത്ര കാലമായി, നമ്മൾ കണ്ടിട്ട് തന്നെ ഒരു വർഷത്തിൽ കൂടുതലായില്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അയാൾ ഭയങ്കര ഇമോഷണലായിട്ട് ഇതെടുക്കുന്നുണ്ട്. അതിൽ ഗാവ വീഴുകയും അവനാണെങ്കിൽ അച്ഛനോട് ഓക്കെ അച്ഛൻ നമുക്ക് നാളെ മീറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അടുത്ത് കാണിക്കുന്നത് ശിവായിനെയും ഹുവായോങ്ങിനെയാണ്. നൈറ്റ് ഇപ്പോൾ ഇവരിങ്ങനെ റൂമിൽ ഇരിക്കുന്ന ടൈമിന് ശിവായിൻ്റെ ഫ്രണ്ട്സ് കോൾ ചെയ്തിട്ട് നിൻ്റെ എക്സ് ഹോൾഡിങ്സിൻ്റെ CEO ആയിട്ടുള്ള പയ്യൻ പ്രപ്പോസ് ചെയ്തെന്ന് അറിഞ്ഞല്ലോ, നീയാണെങ്കിൽ അവനോട് എസ് പറയാൻ പോവായിരിക്കുമല്ലോ, നീയാണെങ്കിൽ ഒരു വലിയ ഫാമിലിയിൽ മരുമോനായിട്ട് കയറി ചെല്ലാൻ പോവാണല്ലോ, നമുക്ക് എന്തായാലും അത് ആഘോഷിക്കണം, നാളെ നീ പബ്ബിൽ വരണമെന്നൊക്കെ പറഞ്ഞിട്ട് കോൾ കെട്ടിയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഹുവായോങ് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ശിവായുവിൻ്റെ ഫ്രണ്ട്സിന് അറിയത്തില്ല ഹുവായോങ് തന്നെയാണ് ഈ ഒരു CEO ആയിട്ടുള്ള പയ്യനെന്ന്. കോളിൽ സംസാരിച്ച കാര്യങ്ങൾ ഹുവായോങ് കേട്ടതുകൊണ്ട് തന്നെ നാളെ നീ പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഹുവായോങ് താനും വരുന്നുണ്ട്, നീയാണെങ്കിൽ ഡ്രിങ്ക് ചെയ്യാതെ നോക്കേണ്ടത് എൻ്റെ ആവശ്യമാണെന്ന് പറയുമ്പോൾ ശിവായു അതിന് നീയല്ലേ എൻ്റെ അടുത്ത് ഇന്നലേക്ക് ഇരുന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞത്, അതായത് നിൻ്റെ കുഞ്ഞ് എൻ്റെ വയറ്റിലുള്ളത് ഭയങ്കര സ്ട്രോങ് ആയിട്ടാണുള്ളത്, ഞാൻ ഇച്ചിരി കുടിച്ചാലും ഒന്നും സംഭവിക്കത്തില്ല എന്ന്, അപ്പം പിന്നെ ഞാൻ ഡ്രിങ്ക് ചെയ്താൽ എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ ഹുവായോങ് എന്ന് വെച്ചിട്ട് ഞാൻ നിന്നെ കെയർ ചെയ്യണ്ടേ, നിന്നെ അങ്ങനെ ഡ്രിങ്ക് ചെയ്യാനായിട്ട് വിടാൻ പറ്റില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം അവൻ്റെ ഫ്രണ്ട്സായിട്ട് എപ്പോഴും മീറ്റ് ചെയ്യുന്ന ഒരു പബ്ബിലേക്ക് തന്നെ ചെല്ലാണ്. അവിടെ ചെല്ലുമ്പോൾ ഹുവായോങ്ങും ശിവായുങ്ങിനും ഒരുമിച്ച് തന്നെ ഇരിക്കുന്നുണ്ട്. ശിവായുവിന് അവൻ്റെ ഫ്രണ്ട് ഡ്രിങ്ക് ചെയ്യാനായിട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഹുവായോങ് ശിവായുവിൻ്റെ ഗ്ലാസ്സോടെ അങ്ങ് എടുത്ത് മാറ്റുന്നുണ്ട്. അവനെ ഡ്രിങ്ക് ചെയ്യാനേ സമ്മതിക്കുന്നില്ല. ആ സമയം ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട് ശിവായുവിനെ എക്സ് ഹോൾഡിങ്സിൻ്റെ CEO ആയിട്ടുള്ള പയ്യൻ പ്രപ്പോസ് ചെയ്തതെന്ന് നീ അറിഞ്ഞില്ലേ, നീയാണെങ്കിൽ ഇനി ഇവൻ്റെ അടുത്ത് തന്നെ നിന്ന് കഴിക്കാൻ മിക്കവാറും ആ പയ്യൻ നിന്നെ ഒട്ടിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യൂന്നൊക്കെ. ആ ടൈമിന് ഹുവായോങ്ങിനും ചിരി വരുന്നുണ്ട്, ശിവായുവിനും ചിരി വരുന്നുണ്ട്. ആ സമയം ഇവരെ കൂട്ടത്തിരിക്കുന്നൊരു പയ്യൻ തന്നെയാണ് ഈ ഒരു പബ്ബിൻ്റെ ഓണർ. അപ്പോൾ ആ പയ്യൻ്റെ അടുത്ത് മറ്റൊരു പയ്യൻ വന്ന് പറയുന്നുണ്ട് ഈ ഒരു എക്സ് ഹോൾഡിങ്സ് കമ്പനിയുടെ ഒരു ഷെയർ ഹോൾഡർ ഇങ്ങോട്ടേക്ക് നിങ്ങളെ കാണാനായിട്ട് വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ നേരെ അങ്ങോട്ടേക്ക് ഇവർ എഴുന്നേറ്റ് പോവാണ്. കൂടെ ഹുവായോങ്ങും ശിവായും ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ മറ്റൊരു റൂമിലേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഈ ഒരു ഷെയർ ഹോൾഡർ എന്ന് പറയുന്ന ആളുടെ കൂടെയുള്ള രണ്ടുപേരും ഇരിക്കുന്നുണ്ടായിരുന്നു. അവരുമായിട്ട് ഇങ്ങനെ തർക്കമാവുന്നുണ്ട്. അതായത് അവർ പറയുന്നത് അവർക്ക് ഈ ഒരു സ്ഥലം വേണമെന്നാണ്. എന്നാൽ ശിവായുവിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഈ ഒരു സ്ഥലത്തിൻ്റെ ഓണറായിട്ടുള്ള പയ്യനാണെങ്കിൽ തനിക്ക് തരാൻ പറ്റില്ല, നിങ്ങൾക്ക് ഇങ്ങനെ വന്നിട്ട് ഓരോന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ പറയാണ്. ആ സമയം എക്സ് ഹോൾഡിങ്സിൻ്റെ ഷെയർ ഹോൾഡർ ആയിട്ടുള്ള ആ ഒരാൾ വരുന്നുണ്ട്. അയാൾ മറ്റാരുമില്ല, നമ്മുടെ ഫ്ലാഷ് ബാക്ക് സ്റ്റോറി കണ്ടൊരു വ്യക്തിയാണ്. അതായത് നമ്മുടെ ഹുവായോങ്ങിൻ്റെ മൂത്ത ചേട്ടനാണ്. ശിവായുവിൻ്റെ ഫോട്ടോസൊക്കെ കീറിക്കളഞ്ഞപ്പോൾ ഹുവായോങ് ഇയാളുടെ കൈയാണെങ്കിൽ വെട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ആൾ തന്നെയാണ്. അയാളിപ്പോൾ വന്നിട്ട് ഓണറായിട്ടുള്ള ഈ ഒരു പയ്യനുമായിട്ട് തർക്കിച്ച് സംസാരിക്കാനേ തുടങ്ങാണ്. ആ സമയമാണ് ഹുവായോങ് അവിടെ ഇരിക്കുന്നത് കാണുന്നത്. ഹുവായോങ്ങിനെ കാണുമ്പോഴേക്ക് പേടിയാണ്, ഹുവായോങ് അങ്ങനെ ചെയ്തതുകൊണ്ട് തന്നെ. അതേസമയം ഹുവായോങ്ങിന് അത് നന്നായിട്ട് അറിയാമെന്നുള്ളതുകൊണ്ട് തന്നെ അവനാണ് CEO എന്ന് പുറത്ത് കാണിക്കാത്ത രീതിയിൽ നിങ്ങളുടെ കൈക്ക് എന്താ പറ്റിയത് സാർ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഹുവായോങ് തന്നെയാണ് ഇയാൾക്കിട്ട് ഈ ഒരു പണി കൊടുത്തത്, അതുകൊണ്ട് അയാൾക്ക് നല്ല പേടിയുണ്ട്. ഒന്നുമില്ലാന്ന് പറഞ്ഞിട്ട് ഇയാൾ വേറൊന്നും പറയാൻ നിൽക്കുന്നില്ല, അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം അടുത്ത ദിവസം രാവിലെ ശിവായു എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹുവായോങ് ആണെങ്കിൽ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കുക, ഞാനാണെങ്കിൽ ഇന്ന് പുറത്തേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ പുറത്തോട്ട് പോകുന്നുണ്ട്. മറ്റൊന്നുമല്ല, ശിവായുവിൻ്റെ അച്ഛനെ കാണാനായിട്ടാണ് പോകുന്നത്. ഹുവായോങ്ങിനെ കോൾ ചെയ്തിട്ട് ഒന്ന് മീറ്റ് ചെയ്യാനുണ്ടെന്ന് ശിവായുവിൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കാണാൻ പോകുമ്പോഴത്തേക്കും അയാൾ ഹുവായോങ്ങിനോട് സംസാരിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഹുവായോങ്ങിനോട് അവൻ്റെ അച്ഛൻ്റെ ബിസിനസ് എന്താണ്, അവർ പൊളിറ്റിക്സിലാണോ അതോ ബിസിനസ് തന്നെയാണ് ചെയ്യുന്നത്, ഈ എക്സ് ഹോൾഡിങ്സ് എന്ന് പറഞ്ഞ കമ്പനി അറിയാവോ, ആ കമ്പനിയും നിങ്ങളുടെ ബിസിനസ്സും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ബിസിനസ് എവിടെയാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അയാളാണെങ്കിൽ എക്സ് ഹോൾഡിങ്സ് എന്നുള്ള കമ്പനി താൻ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ, അതിനെപ്പറ്റി മറ്റൊന്നും അറിയത്തില്ല എന്നുള്ള രീതിയിൽ ഫസ്റ്റ് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ആ സമയം അയാൾ ഇപ്പം തന്നെ എക്സ് ഹോൾഡിങ്സിലെ CEO ആയിട്ടുള്ള പയ്യൻ ശിവായിനെ പ്രപ്പോസ് ചെയ്തത് നീ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ, എനിക്കാണെങ്കിൽ അവൻ ആ ഒരു പയ്യൻ്റെ അടുത്ത് എസ് പറഞ്ഞ് കല്യാണം കഴിക്കണമെന്നാണ് ആഗ്രഹം, അതാവുമ്പോൾ നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോകും, പിന്നെ ആ ഒരു ഫാമിലി നിലനിന്നാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നീ അവൻ്റെ ലൈഫിൽ നിന്ന് പോകണം എന്നൊരു രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അവൻ ആ സമയം എങ്കിൽ ഓക്കെ അച്ഛാ, നിങ്ങൾ എന്തായാലും പെർമിഷൻ തന്നില്ലേ, അപ്പോൾ ഇനി തൊട്ട് ഞാൻ നിങ്ങളുടെ അച്ഛാന്ന് തന്നെ അങ്ങ് വിളിച്ചോളാം എന്ന് പറയുന്നുണ്ട്. അയാൾക്കിപ്പോൾ എന്താ കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് സംശയം വന്നിട്ട് നീ ആരാന്ന് അയാൾ ചോദിക്കുന്നുണ്ട്. അവനെ സമയം ഞാൻ എക്സ് ഹോൾഡിങ്സിൻ്റെ CEO ആണ് ഹായ് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കൈയെടുത്ത് അവൻ സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയാണ് ശിവായിൻ്റെ അച്ഛനും കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നത്. അന്ന് തന്നെ ശിവായി ഓഫീസിൽ പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഹുവായോങ് വന്ന് അവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ സമയം ശിവായിൻ്റെ അച്ഛനാണെങ്കിൽ കോൾ ചെയ്തിട്ട് ഇതേപോലെ ഹുവായോങ്ങും നിൻ്റെയും കല്യാണത്തിന് എനിക്ക് ഓക്കെയാണ്, നിങ്ങൾ എപ്പോഴാണ് കല്യാണം കഴിക്കാൻ പോകുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ശിവായി അപ്പോൾ ഞങ്ങളൊന്നും തീരുമാനിച്ചില്ല, അച്ഛനിപ്പോൾ അച്ഛൻ്റെ ഹെൽത്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുന്നുണ്ട്. ആ സമയം ഹുവായോങ് ആണെങ്കിൽ ഒരു മോതിരം പുറത്തേക്ക് എടുത്തിട്ട് എന്നെ കല്യാണം കഴിക്കാമോ എന്ന് ഇങ്ങനെ ചോദിച്ചിട്ട് അവനെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. ഹുവായു ആണെങ്കിൽ ഒന്നും പറയാൻ നിൽക്കുന്നില്ല, ആ ഒരു മോതിരം എടുക്കുന്നുണ്ട്. ഒരെണ്ണം അവൻ്റെ കൈ ഇടുന്നുണ്ട്, മറ്റേതെടുത്ത് ഹുവായോങ്ങിൻ്റെ കൈ ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടുപേരും കിസ് ചെയ്യുന്നുണ്ട്. അപ്പം തന്നെ എസ് പറയുന്നൊരു ഇതാവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന ഷെന്നിനെയാണ്. ഗാവോൻ്റെ അച്ഛനെ വിളിച്ച് ഹെൽപ്പ് ചോദിച്ചത് പ്രകാരം അയാൾ ഗാവോയുമായിട്ട് ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു, റെസ്റ്റോറൻറ്റിലേക്ക്. അവിടെ ഷെന്നുള്ള കാര്യം ഗാവോയ്ക്ക് അറിയത്തില്ല. അവിടെ എത്തുമ്പോഴാണ് ഷെൻ അവിടെ ഇരിക്കുന്ന ഗാവോ കാണുന്നത്. അവനാണെങ്കിൽ അവിടെ നിന്ന് എസ്കേപ്പ് ആവാനും പറ്റുന്നില്ല, കാരണം ഷെന്നും അവൻ്റെ അച്ഛനും കൂടെ ആയിട്ട് അവനവിടെ പിടിച്ചിരുത്തുന്നുണ്ട്, സംസാരിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. ആ സമയം ഗാവോ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം അവൻ്റെ അച്ഛനറിയാമെന്ന്
എന്താണെന്ന് ഗാവോയ്ക്ക് അറിയില്ല. ഇവർ മൂന്നുപേരും ഒന്നും സംസാരിക്കാതിരിക്കുകയാണ്. അതിനിടയിലാണ് ഇയാൾ പെട്ടെന്ന് ഗാവോ പ്രഗ്നൻ്റ് ആണ്, ആ കുട്ടി നിങ്ങളുടെയാണെന്ന് ഇങ്ങനെ ഷെന്നിനോട് പറയുന്നത്. ഇയാൾ ഇങ്ങനെ പറയുന്നത് ഗാവോയും വിചാരിച്ചില്ല, ഷെന്നും വിചാരിച്ചില്ല. രണ്ടുപേരും ഞെട്ടിപ്പോകുന്നുണ്ട്. ഷെന്നാണെങ്കിൽ ഗാവോയുടെ അടുത്ത് സത്യമാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഗാവോ അല്ല ഞാൻ ഒരു ബീറ്റയാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഗാവോയുടെ അച്ഛൻ അവൻ്റെ ഒമേഗയാണെന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല അവൻ്റെ പ്രഗ്നൻസിയുടെ സ്കാനിങ്ങിൻ്റെയൊക്കെ റിപ്പോർട്ട് ഇയാളുടെ കയ്യിലെത്തിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു DNA ടെസ്റ്റ് ഇപ്പം തന്നെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കുഞ്ഞാണെന്ന് ഉറപ്പിക്കാനും ഷെന്നിനോട് പറയുന്നുണ്ട്. ഗാവോയ്ക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല. ഷെന്നിനും തിരിച്ച് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് അറിയൂടാ. ആ സമയം ഗാവോയുടെ അച്ഛൻ പക്ഷേ ഞങ്ങളാണെങ്കിൽ തീരുമാനിക്കുന്നത് ഈ ഒരു കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളയാമെന്നാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ കുഞ്ഞിൻ്റെ അച്ഛനായതുകൊണ്ട് തന്നെ 10 മില്യൺ പൈസ ഞങ്ങൾക്ക് തരണമെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഷെന്നാണെങ്കിൽ ഗാവോയുടെ അടുത്ത് ഗാവോ എനിക്കും നിനക്കും 10 വർഷമായിട്ട് അറിയാമല്ലോ, എന്നിട്ട് നീ ആണെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിക്കുന്നു ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഷെന്ന് വാർന്ന ഇവൻ്റെ വായിൽ ഇങ്ങനെ വരത്തുള്ളൂ. അതാണെങ്കിൽ അവനിത് പറഞ്ഞത് ഗാവോയ്ക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടായി. ഗാവോ ആണെങ്കിൽ ഇതാ വാഷ്റൂമിലേക്ക് പോകാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ഷെന്നെ പുറകെ പോകാൻ നിൽക്കുന്നുണ്ട്. എന്നാൽ ഗാവോൻ്റെ അച്ഛൻ വിടുന്നില്ല. നമുക്ക് പൈസയുടെ കണക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഷെന്നിനെ അവിടെ പിടിച്ചിരുത്തുന്നുണ്ട്. ഇതേസമയം ഗാവോ ബാത്റൂമിലേക്ക് പോയിട്ട് കരാനെ തുടങ്ങുന്നുണ്ട്. അവൻ്റെ ചേച്ചീനെ കോൾ ചെയ്തിട്ട് പെട്ടെന്ന് ബാഗ് പാക്ക് ചെയ്ത് നമുക്ക് ഇവിടെ വിട്ട് പോകാമെന്ന് പറയാണ്. പിന്നീട് കുറച്ച് സമയമൊക്കെ കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഹുവായോങ് ആണെങ്കിൽ ഓഫീസിൽ ഇരിക്കുമ്പോഴത്തേക്കും പിന്നാണെങ്കിൽ ഗാവോയുടെ അടുത്ത് നീ തിരിച്ചു വരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പറയുന്നൊരു വീഡിയോ അത് അവൻ്റെ ഫോണിൽ പ്ലേ ചെയ്ത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയം അവൻ്റെ അസിസ്റ്റൻ്റായിട്ടുള്ള ചാങ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ചാങ് വരുമ്പോഴത്തേക്കും ഹുവായോങ് ആണെങ്കിൽ അല്ല ഷെൻ എവിടെയാണ്, കുറച്ച് ദിവസമായിട്ട് മീറ്റിങ്ങിന് പോലും കാണുന്നില്ലല്ലോ, യാതൊരു വിവരമില്ലല്ലോ, അവനും ഗാവോനെ പോലെ എങ്ങോട്ടേലും പോകുമെന്ന് ചോദിക്കുന്നുണ്ട്. ചാങ് അപ്പോൾ പറയുന്നുണ്ട് അത് പിന്നെ ഷെന്നാണെങ്കിൽ ഹോസ്പിറ്റലിലാണ്, നാളെ ഡിസ്ചാർജ് ആവത്തുള്ളൂ. അവനാണെങ്കിൽ സ്ട്രെസ്സും ആൻസൈറ്റിയൊക്കെ വന്നിട്ട് വല്ലാണ്ട് ഇങ്ങനെ വീക്കായിട്ടിരിക്കുകയാണ് ബോഡി. അതുകൊണ്ട് തന്നെ അവനിപ്പോൾ കുറച്ച് നാളത്തേക്ക് വർക്കൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല എന്ന് പറയുന്നുണ്ട്. ഹുവായോങ് ആ സമയം മര്യാദയ്ക്ക് ഗാവോയുമായിട്ട് എല്ലാം സംസാരിച്ച് മിസ്അണ്ടർസ്റ്റാൻഡിംഗ് എല്ലാം മാറ്റി ഒന്നിക്കാനായിട്ട് അവസാനമായിട്ടൊരു അവസരം കിട്ടിയതാണ്. ഇപ്പം എല്ലാം കൊണ്ട് അവൻ തന്നെ നശിപ്പിച്ചില്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അതേസമയം ഷെല്ലിനെ കാണിക്കുകയാണെങ്കിൽ ഗാവോ ഇല്ലാതെ തനിക്ക് പറ്റത്തില്ല എന്നൊരു സിറ്റുവേഷനിൽ അവനായിട്ടുണ്ട്. അവൻ വീട്ടിൽ നിന്ന് ഫുള്ള് ഡ്രിങ്ക് ചെയ്ത് ആകെ ഒരുമാതിരിയായിട്ടിരിക്കുകയാണ്. അത് മാത്രമല്ല ഒരു S ക്ലാസ് ആൽഫായിട്ടുള്ള അവന് ഫെറോമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈം ആകുമ്പോഴത്തേക്കും ആരെങ്കിലുമായിട്ട് ഇൻറ്റിമേറ്റ് ആവണമെന്നൊരു ഇതുണ്ട്. അവനിപ്പോൾ അവൻ്റെ ഫെറോമോൺസ് ഇങ്ങനെ പ്രൊഡ്യൂസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു മൊമെൻറ്റിൽ അവൻ വേറൊന്നും നോക്കുന്നില്ല. അവൻ്റെ വീട്ടിൽ ഏത് കോലത്തിലാണോ നിൽക്കുന്നത് അങ്ങനെ തന്നെ അവൻ ഇറങ്ങി നേരെ ഗാവോ താമസിച്ചിരുന്ന ആ ഒരു വീട്ടിലേക്ക് പോവാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഇവൻ്റെ ഒരു ഫെറോമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ആവുന്ന കണ്ടിട്ട് ആ ബിൽഡിങ്ങിൽ തന്നെ ഒരു റൂമിൽ താമസിക്കുന്ന ലേഡി വന്നിട്ട് മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകാനൊക്കെ പറയുന്നുണ്ട്. അവനത് കേൾക്കുന്നില്ല. അവൻ നേരെ ഗാവോ താമസിച്ചിരുന്ന റൂമിൽ പോയിട്ട് ഗാവോ ഗാവോ എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ റൂമിൽ ഇപ്പോൾ വേറെ ഏതോ ലേഡിയാണ് താമസിക്കുന്നത്. എന്നാൽ അതൊന്നും അവൻ നോക്കുന്നില്ല. ഇവൻ്റെ ഈ വിളി കേട്ടിട്ട് ആ ലേഡി പേടിക്കുന്നുണ്ട്. ആരെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് കിടന്ന് പറയുന്നുണ്ട്. അത് ഹുവായോങ്ങിനെയും ഷുവായിനെയും കാണിക്കുമ്പോൾ നൈറ്റ് ഇവിടെ ഉറങ്ങുന്ന ടൈമിന് ഷെന്നിൻ്റെ അച്ഛനാണെങ്കിൽ ഹുവായോങ്ങിനെ കോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഷുവായിൻ്റെ അടുത്ത് നീ ഉറങ്ങിക്കോന്നൊക്കെ പറഞ്ഞിട്ട് ഹുവായോങ് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഷെന്നിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് ഷെന്നാണെങ്കിൽ എന്തോ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, നീ എപ്പോഴും അവനോട് നിന്നിട്ട് അവനെ നോക്കിക്കൊണ്ടിരുന്നതല്ലേ, ഇപ്പോഴും കൂടെ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റുമോ, എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. മറ്റൊന്നുമല്ല കാര്യം ഷെന്നാണെങ്കിൽ ഇപ്പോൾ ഗാവോരെ വീട്ടിൽ പോയിട്ട് ഇതുപോലെ ഡോർ തുറക്കുന്ന പറയും ഗാവോ ഗാവോ എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ അവിടെ ചുറ്റും താമസിക്കുന്ന ആൾക്കാർക്ക് പേടിയും കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. അവനിങ്ങനെ ചെയ്യുന്നതും ഒരു ക്രൈമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അവിടെ പോലീസുകാരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഷെന്നിനെയാണെങ്കിൽ മൈക്രോഫോൺ വഴി സാർ നിങ്ങൾ താഴേക്ക് ഇറങ്ങി വരണം എന്നൊക്കെയാണ് പോലീസുകാർ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ നടക്കുന്നില്ല. അങ്ങനെ ഇപ്പോൾ ഈ ഒരു പ്രശ്നത്തിലേക്ക് ഇടപെടാനായിട്ടാണ് ഹുവായോങ്ങിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നാണെങ്കിൽ ഒരു S ക്ലാസ് ആൽഫയാണ് ഫെറോമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ടൈമും കൂടെ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് അവിടെ നിൽക്കുന്ന പോലീസുകാർക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവരെല്ലാവരും ഇപ്പോൾ തന്നെ ഒരു ഗൺ ഉപയോഗിച്ചിട്ട് ഒരു ഇഞ്ചക്ഷൻ അവൻ്റെ ദേഹത്തേക്ക് കുത്തി അത് വെച്ചിട്ട് സെഡേറ്റ് ചെയ്യാനാണ് വിചാരിച്ചിരിക്കുന്നത്. ആ ഒരു ഇഞ്ചക്ഷൻ അവൻ്റെ ദേഹത്ത് കൊള്ളിക്കാനായിട്ട് ഉന്നവും പിടിച്ചുകൊണ്ട് ഒരു തോക്കം വെച്ചുകൊണ്ട് ഒരു പോലീസുകാരെ നിൽക്കുന്നുണ്ട്. എന്നാൽ ഇവ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കണോണ്ട് തന്നെ ഇയാൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ ഹുവായോങ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് എന്നിട്ട് ഒന്നും നോക്കുന്നില്ല, തോക്ക് എന്നിട്ട് ഒറ്റ വയ്ക്കലാണ്. എൻ്റെ കഴുത്തിൽ തന്നെ ആ ഒരു ഇഞ്ചക്ഷൻ പോയി കൊള്ളുന്നുണ്ട്. അപ്പം തന്നെ അവനിങ്ങനെ ബോധം കെട്ട് വീഴുന്നുണ്ട്. എന്നാൽ ഹുവായോങ് പെട്ടെന്ന് പോയി അവനെ പിടിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം ഹുവായോങ്ങും ഷുവായും തന്നെ ഒരു മീറ്റിങ്ങിൽ ബാക്കിയുള്ളവരുടെ കൂടി ഇരിക്കുന്നതാണ്. പെട്ടെന്ന് ഷുവായിന് എന്തൊക്കെയോ അസ്വസ്ഥതയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. നോക്കുമ്പോഴത്തേക്കും അവനിങ്ങനെ ബ്ലീഡ് ചെയ്യുകയാണ് പ്രഗ്നൻ്റ് ആയതിൻ്റെ ആ ഒരു ഇതായിട്ട്. അപ്പോൾ പെട്ടെന്ന് ഇത് കാണുമ്പോഴത്തേക്കും ഹുവായുവിന് ടെൻഷൻ ആവുന്നിട്ട് പെട്ടെന്ന് തന്നെ ഇവൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഹുവായോങ്ങിൻ്റെ കൂടെ ചാങ് ഉണ്ട്, അതുപോലെ തന്നെ ഷുവായിൻ്റെ അസിസ്റ്റൻ്റ് പയ്യനും ഉണ്ട്. ഡോക്ടറാണെങ്കിൽ ചെക്ക് ചെയ്തിട്ട് പുറത്തേക്ക് വന്ന് പറയുന്നുണ്ട് കുഞ്ഞാണെങ്കിൽ ഭയങ്കര ആക്റ്റീവാണ്, ഭയങ്കരമായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല കുഞ്ഞിനെയാണെങ്കിൽ ആ ഒരു താങ്ങി നിൽക്കുന്ന ഒരു സാക്ക് അതാണെങ്കിൽ ഭയങ്കര തിന്നാണ്, കോംപ്ലിക്കേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറയുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഹുവായോങ് വല്ലാണ്ടായി പോകുന്നുണ്ട്. ചാങ്ങിനോട് പോയി ഷെന്നിനെ വിളിച്ചോണ്ട് വരാൻ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഹുവായോങ് ഒരിടത്ത് ചെന്നിരിക്കുമ്പോൾ ഷെന്ന് നേരെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഷുവായുവിന് ഇപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഹുവായോങ് ഷെന്നിനോട് പറയുന്നുണ്ട് ഷുവായുവിന് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ നീയാണെങ്കിൽ എൻ്റെ കുഞ്ഞിനെ നോക്കിക്കോണം, ഞാനും ഷുവായു എവിടെ പോയാലും അവൻ്റെ കൂടെ പോവും, നീ എൻ്റെ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കിക്കോണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നെപ്പോൾ അത് നിൻ്റെ കുഞ്ഞല്ലേ നീ നോക്കാനേ പറയുമ്പോൾ പക്ഷേ എനിക്ക് ഈ ഷുവായിൻ്റെ കൂടെ പോകണം, ഷുവായു എവിടെ പോയാലും ഞാൻ അവൻ്റെ പുറകെ പോകുന്നിങ്ങനെ പറയുന്നുണ്ട്. ഷെന്നെ നീ നിൻ്റെ കുഞ്ഞിനെ
കുഞ്ഞിനെ അപ്പം സ്നേഹിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് നിന്നോട് എൻ്റെ കുഞ്ഞിനെ നോക്കാനായിട്ട് ആവശ്യപ്പെടുന്നതെന്ന് അവൻ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഒരു 3 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരു പ്രശ്നമില്ലാതെ തന്നെ നമ്മുടെ ഹുവായൂങ്ങിനും ശിവാങ്ങിനും ഒരു കുഞ്ഞു കുട്ടീനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവരാണെങ്കിൽ അവനെ പീനട്ട് എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ പീനട്ടാണെങ്കിൽ ഷെന്നിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. അവൻ കൂടുതലും ഷെന്നിൻ്റെ കൂടെ തന്നെയാണ്. പീനട്ട് ഷെന്നിനെ ഡാഡി എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ ഹുവായൂങ്ങും ശിവായും അവരുടെ ഹണിമൂൺ ആഘോഷിക്കാനായിട്ട് യൂറോപ്പിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ആ സമയം അച്ഛന് സുഖമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ശിവായിൻ്റെ അടുത്തും ഹുവായൂങ്ങിൻ്റെ അടുത്തൊക്കെ പീനട്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് കോൾ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പീനട്ടിനെയും കൊണ്ട് ഒരു പാർക്കിലേക്ക് കളിക്കാനായിട്ട് ഷെന്ന് കൊണ്ടുപോകുന്നുണ്ട്. കളിക്കുന്നതിനിടയിൽ ഒരു കുഞ്ഞി പയ്യനൊന്ന് തട്ടിയിട്ട് നമ്മുടെ പീനട്ട് വന്ന് താഴേക്ക് വീഴുന്നുണ്ട്. ഷെന്ന് ഓടി വന്നിട്ട് ഓക്കെ അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് അവനാണെങ്കിൽ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. ആ സമയം അവനെ തട്ടി ആ ഒരു പയ്യൻ മറ്റാരും എന്നില്ല നമ്മുടെ ഗാവോടെ കുട്ടിയായിരുന്നു. ഗാവോടെ എന്നല്ല നമ്മുടെ ഷെന്നിൻ്റെയും ഗാവോടെയും കുട്ടിയായിരുന്നു. ഗാവോ അവൻ്റെ മോൻ്റെ അടുത്തേക്കും വരുന്നുണ്ട്. പെട്ടെന്ന് ഗാവോനെ അപ്പോൾ ഷെന്നിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഒന്നും പറയാൻ നിൽക്കുന്നില്ല, ഓടി ചെന്ന് ഗാവോനെ ഇവൻ ഹഗ് ചെയ്യുകയാണ്. പിന്നെ എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല. എന്തായാലും അവിടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സോൾവ് ആയിട്ടുണ്ടാകും. പിന്നീട് കാണിക്കുന്നത് ഷെന്നിനെയും ശിവായിനെയും പിന്നെ പീനട്ടിനെയാണ്. ഇപ്പോൾ ശിവായി ആണെങ്കിൽ പീനട്ട് ഇങ്ങനെ കാലിൽ സോക്സൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും പീനട്ട് എന്തൊക്കെയോ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നുണ്ട്. അവരുടെ അടുത്തേക്ക് സംസാരിക്കാനായിട്ട് ഹുവായോങ്ങും വരുന്നുണ്ട്. നമ്മുടെ ഹുവായോങ്ങും പീനട്ടും തീരെ അങ്ങോട്ട് ചേർന്ന് പോകുന്നില്ല, ശത്രുക്കളെ പോലെയാണ്. ശിവായുവിനെ പീനട്ട് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ ഹുവായോങ് അടുത്തേക്ക് വരുമ്പോൾ തന്നെ അവിടെ നിന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ രണ്ടൊരു ടോം ആൻഡ് ജെറി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നീട് നൈറ്റ് ആകുമ്പോഴത്തേക്കും ശിവായു പീനട്ടിനെ ഉറക്കാനായിട്ട് കിടക്കുന്നുണ്ട്. ഒരു കഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പീനട്ട് ആ സമയം ഞാനാണെങ്കിൽ വലുതാകുമ്പോഴത്തേക്കും അച്ഛനെ പ്രൊട്ടക്ട് ചെയ്യാം എന്ന് ശിവായുവിനോട് പറയുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ട് ഹുവായോങ് പറയുന്നുണ്ട് അവനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞാൻ ഉണ്ട്, നീ അവിടെ ബാക്കിൽ പോയി നിന്നാൽ മതി, അവൻ എൻ്റെ ചെക്കനാണെന്ന് പറയുന്നുണ്ട്. പീനട്ട് ആ സമയം ഹുവായോങ്ങിൻ്റെ അടുത്ത് ഒരു കുഞ്ഞു കൊച്ചിനോട് ഇങ്ങനെ തർക്കിക്കാനായിട്ട് നാണമില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ശിവായു അങ്ങനെ പറയല്ലേ, അത് നിൻ്റെ അച്ഛനല്ലേ എന്നിങ്ങനെ പറയാണ്. ആ സമയം ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് പീനട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അതിനുശേഷം ഹുവായോങ്ങും ശിവായും റൂമിൻ്റെ പുറത്തേക്ക് വരുമ്പോഴത്തേക്കും പീനട്ട് തനിക്കൊരു അനിയനെയോ അനിയത്തിയോ വേണമെന്നിങ്ങനെ ഭയങ്കര വാശിയിലായിരുന്നു. അതിൻ്റെ ആ ഒരു കാര്യം ശിവായു പറയുന്നുണ്ട്. ഹുവായോങ് അപ്പം തന്നെ എനിക്കിനി ഒന്നുകൂടെ ടെൻഷനാവാൻ വയ്യ, അന്നൊരിക്കൽ ഇവൻ്റെ കാര്യം ഓർത്തിട്ട് ഞാൻ വല്ലാണ്ട് ടെൻഷനായതാണ്, ഇനി ഒരിക്കൽ കൂടെ ഇങ്ങനെ ആയിട്ട് കോംപ്ലിക്കേഷൻ വല്ലതും വന്നു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് താങ്ങാൻ പറ്റില്ല, എനിക്ക് പേടിയാണെന്ന് ഹുവായോങ് പറയുന്നുണ്ട്. ശിവായു അപ്പോൾ അങ്ങനെയൊന്നുമില്ല, ഞാൻ ജസ്റ്റ് വെറുതെ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ശിവായു ആണെങ്കിൽ ഹുവായോങ്ങിനെ ഒന്ന് കിസ് ചെയ്യുകയാണ്. അതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു സീരീസ് തന്നെ ഇവിടെ എൻഡ് ആവുന്നത്. എൻ്റെ ഒരു ഇതിൽ സെക്കൻഡ് കപ്പിളിന് കുറച്ചുകൂടി സ്ക്രീൻ ടൈം കൊടുക്കേണ്ടായിരുന്നു, കുറച്ചുകൂടെ അല്ല കുറച്ചധികം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഫൈനൽ എപ്പിസോഡിലെങ്കിലും അവർക്ക് കുറച്ച് സ്ക്രീൻ ടൈം വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ കിട്ടിയില്ല, സങ്കടമുണ്ട്. എന്തായാലും കുഴപ്പമില്ല, നല്ലൊരു സീരീസ് ആയിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും എന്തൊക്കെ അഭിപ്രായങ്ങളാണ് തോന്നിയെന്ന് പറയാനായിട്ട് മറക്കരുത്. എല്ലാ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ പറയണം. അപ്പോൾ ഈ ഒരു സീരീസ് ഇവിടെ എൻഡ് ആവുന്നുണ്ട്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ.